ആക്രമണം ഘടിപ്പിക്കുന്ന അമേരിക്കയും വിട്ടുകൊടുക്കാതെ ഇറാനും പകയുടെ 6ാം ദിനം എത്തുമ്പോഴും ഇതൊരു പ്രാദേശിക യുദ്ധമല്ല, മറിച്ച് ഒരു ഭരണമാറ്റത്തിന്റെയും രാഷ്ട്രീയ പ്രേരണയുടെയും കൂടി യുദ്ധമാണ്. സമ്പത്തും ഈ പെരുമയും ആയുധങ്ങളുമെല്ലാം ഇതിൽ ഉൾപ്പെടുമ്പോൾ ഇതിന്റെ അവസാനം എന്താകുമെന്ന ഭീതിയിലാണ് ലോകരാജ്യങ്ങളും. ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമാണ് യുദ്ധത്തിന്റെ പ്രത്യാഘാതം ഏൽക്കേണ്ടി വരുമെന്ന് കരുതിയവർക്ക് പലർക്കും 6ാം ദിനം എത്തിയപ്പോൾ തെറ്റി. ഇടവേളകളില്ലാതെ മിസൈൽ മഴ പെയ്യിക്കുന്ന ഇറാന്റെ കരുത്ത് ഇന്ന് എല്ലാ രാജ്യങ്ങളെയും ഭയപ്പെടുത്തുന്നുണ്ട്. വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ അമേരിക്കയും രംഗത്തെത്തുമ്പോൾ സ്വന്തം രാജ്യത്തുണ്ടാകുന്ന പ്രതിസന്ധികളും തിരിച്ചടിയാകും. പശ്ചിമേഷ്യയിൽ സംഘർഷം കൂടുതൽ സങ്കീർണമാകുന്നു. കുവൈത്ത് തീരത്ത് ചരക്ക് കപ്പലിൽ വൻ സ്ഫോടനമുണ്ടായതായിട്ടാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി പല രാജ്യങ്ങളും, ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഉടനടി തന്നെ നേരിടേണ്ടി വരും. മുബാറക് അൽ ഖബീറിന് 30 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സ്ഫോടനം നടന്നിരിക്കുന്നത്. സ്ഫോടനത്തെ തുടർന്ന് കപ്പലിലെ എണ്ണ കടലിൽ പരന്നിട്ടുണ്ട്. കപ്പലിനുള്ളിലേക്ക് വെള്ളം കയറുന്നുണ്ട് എങ്കിലും ജീവനക്കാർ സുരക്ഷിതരാണെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു. കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണമാണോ അതോ സാങ്കേതിക തകരാറാണോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. ഖത്തറിൽ US എംബസിക്ക് സമീപനം താമസിക്കുന്നവരെ താൽക്കാലികമായിട്ട് ഒഴിപ്പിക്കാൻ അധികൃതർ ഉത്തരവിടുകയും ചെയ്തു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്ന് ഖത്തർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് ഖത്തറിലെ അവസ്ഥ വളരെ ഭയാനകമായിട്ട് മാറുകയാണ്. വളരെ ഭീതിയിലാഴ്ത്തുന്ന രീതിയിലേക്ക് അവിടെ ആക്രമണം ഇറാന്റെ ഭാഗത്ത് നിന്നുണ്ടാകുകയാണ്. ഈ ഒഴിപ്പിക്കപ്പെടുന്നവർക്ക് ആവശ്യമായിട്ടുള്ള താമസ സൗകര്യങ്ങൾ സർക്കാർ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. US എംബസികൾ ലക്ഷ്യമിട്ട് ആക്രമണ സാധ്യതയുണ്ട് എന്ന രഹസ്യ അന്വേഷണ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നിർണായക നീക്കം ഖത്തർ നടത്തുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറാനിയൻ നാവികസേനയുടെ കപ്പൽ തകർത്തത് തങ്ങളാണെന്ന് US റിട്ടയർഡ് ജനറൽ മാർക്ക് കിമ്മിറ്റ് വെളിപ്പെടുത്തിയിരുന്നു. US-ന് ഭീഷണിയായതിനാലാണ് ടോർപിഡോ ആക്രമണത്തിലൂടെ കപ്പൽ മുക്കിയത് എന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എന്തായാലും ആക്രമണത്തിൽ 87 ഇറാനിയൻ നാവികർ കൊല്ലപ്പെട്ടെന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ഈ സൈനിക നീക്കത്തിനായിട്ട് ഇന്ത്യൻ തുറമുഖങ്ങൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തു. യുദ്ധം ഇന്ത്യൻ സമുദ്രത്തിലേക്ക് വ്യാപിപ്പിക്കുന്നത് മേഖലയിലെ ഈ ഒരു വ്യാപാര കപ്പലുകളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്ക ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇറാൻ US നടത്തുന്ന ആക്രമണങ്ങൾക്ക് പ്രതികാരമായിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണങ്ങൾ തുടർന്ന് ഇറാനും എന്തിനും തയ്യാറാണെന്ന് സന്ദേശമാണ് നൽകുന്നത്. ഇറാൻ അയച്ച 3 മിസൈൽ കൂടി തകർത്തു എന്ന് സൗദി അറേബ്യയും അറിയിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയിലെ അൽ ഖർജ് നഗരത്തിന് പുറത്താണ് 3 ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടായത്. ഇവയെ വിജയകരമായിട്ട് പ്രതിരോധിച്ചുവെന്ന് അധികൃതർ അറിയിക്കുകയും ചെയ്തു. അതേസമയം തന്നെ മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് ഗൾഫിലേക്കുള്ള ആക്രമണത്തിന്റെ തീവ്രത കുറഞ്ഞിരിക്കുകയാണ്. ആക്രമണ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഖത്തറിലെ അമേരിക്കൻ എംബസിയിൽ അതീവ ജാഗ്രത തുടരുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം പരിഗണിച്ച് കുവൈത്തിൽ നിന്നുള്ള ഭക്ഷ്യ കയറ്റുമതി നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ആഭ്യന്തര ആവശ്യം പരിഗണിച്ചാണ് ഭക്ഷ്യ കയറ്റുമതി നിരോധിച്ചത് എന്നും കുവൈറ്റ് വ്യക്തമാക്കുന്നുണ്ട്. ലോകത്തിന് പോലും അറിയാത്ത അതീവ രഹസ്യ കേന്ദ്രങ്ങളിൽ അമേരിക്ക വൻതോതിൽ ആയുധങ്ങൾ സംഭരിച്ചിട്ടുണ്ട് എന്നും ഏത് വലിയ യുദ്ധത്തെ നേരിടാൻ സജ്ജം പൂർണ്ണമാണെന്നും വൈറ്റ് ഹൗസ് പ്രസിഡന്റ് സെക്രട്ടറി കരോളിൻ ലീവിറ്റും പറഞ്ഞിട്ടുണ്ട്. ഈ യുദ്ധം ഒരു സൈഡിൽ നടക്കുന്നു, മറു സൈഡിൽ അവരുടെ രഹസ്യ വിവരങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ അവരുടെ ആയുധ കരുത്തും ശക്തിയും അവർ വെളിപ്പെടുത്തുന്നു. ഇറാന്റെ കരുത്ത് വെളിപ്പെടുത്തുന്നത് പോലെ തന്നെ അമേരിക്കയും മറു സൈഡിന് അവരുടെ ആയുധ ശേഖരണവും അവരുടെ കരുത്തും വെളിപ്പെടുത്തുകയാണ്. പക്ഷെ ഇവിടെ വീണു പോകുന്നത് സമ്പദ് വ്യവസ്ഥയിലെ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ്. മാത്രമല്ല ഈ പറയുന്നത് പോലെ തന്നെ ഈ പാശ്ചാത്യ രാജ്യങ്ങൾക്കും വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ ആയുധശേഷിയെക്കുറിച്ച് ഉയർന്ന ആശങ്കകൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പ്രസ് സെക്രട്ടറിയുടെ ഈ ഒരു നിർണായക വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഇറാനെതിരെയുള്ള ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ ആവശ്യമായതിലധികം അത്യാധുനിക ആയുധങ്ങൾ അമേരിക്കയുടെ പക്കലുണ്ട് എന്ന് വൈറ്റ് ഹൗസ് അവകാശപ്പെടുകയാണ്. നിലവിൽ ഇറാനിലെ യുദ്ധഭൂമിയിലേക്ക് അമേരിക്കൻ കരസേനയെ നേരിട്ട് അയക്കാൻ പദ്ധതിയില്ല എന്ന് കരോളിൻ ലിവിറ്റ് വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും സാഹചര്യം മാറുന്നതനുസരിച്ച് കമാൻഡർ ഇൻ ചീഫ് എന്ന നിലയിൽ പ്രസിഡന്റ് മറ്റ് സൈനിക ഓപ്ഷനുകൾ തള്ളിക്കളയുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തു. മുൻ ഭരണകൂടം യുക്രൈനിന് ഈ സൗജന്യമായിട്ട് ആയുധങ്ങൾ നൽകിയത് അമേരിക്കയുടെ കരുത്തിനെ ബാധിച്ചിരുന്നു എന്ന വാദങ്ങളെ
പുതിയ വെളിപ്പെടുത്തലിലൂടെ വൈറ്റ് ഹൗസ് പ്രതിരോധിച്ചിട്ടുണ്ട്. രഹസ്യ കേന്ദ്രങ്ങളിലെ കരുത്ത് ഏത് സാഹചര്യത്തെ നേരിടാൻ പര്യാപ്തമാണ്. തൽക്കാലം മിസൈൽ വ്യോമാക്രമണങ്ങൾക്ക് നാവിക നീക്കങ്ങൾക്കുമാണ് മുൻഗണന. ഇറാൻ ഉൾപ്രദേശത്തിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുമെന്ന് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ ഡാൻ കെയ്ൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആയുധ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ വേഗത്തിലാക്കാൻ പ്രമുഖ പ്രതിരോധ കമ്പനികളുടെ മേധാവികളുമായിട്ട് പ്രസിഡന്റ് ട്രംപ് വെള്ളിയാഴ്ച വൈറ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇറാനെതിരെയുള്ള സൈനിക നടപടികൾ ഇപ്പോഴും പ്രാഥമിക ഘട്ടത്തിലാണെന്നും വരും ദിവസങ്ങളിൽ ആക്രമണം കൂടുതൽ മാരകമാകുമെന്നും പ്രതിരോധ സെക്രട്ടറി പറയുന്നുണ്ട്. ഇറാനിലെ 2000-ഓളം തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അമേരിക്കൻ സൈന്യം ശക്തമായിട്ടുള്ള ആക്രമണം നടത്തിയതായിട്ട് വൈറ്റ് ഹൗസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിന് തിരിച്ചടിയായി 500 ബാലിസ്റ്റിക് മിസൈലുകളും 2000-ഓളം ഡ്രോണുകളും ഇറാൻ തൊടുത്തുവിട്ടതായിട്ട് US നേവി അഡ്മിറൽ ബ്രാൻ കൂപ്പർ അറിയിക്കുകയും ചെയ്തു. അതായത് അടിക്ക് തിരിച്ചടി എന്ന രീതിയിലേക്ക് അമേരിക്കയും ഇറാനും വലിയ രീതിയിലുള്ള യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ കമ്പനികളിൽ ഒന്നായ സൗദിയിലെ അരാംകോയുടെ റാസ് തനുറ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ഇറാൻ നടത്തിയ ഈ ഡ്രോൺ ആക്രമണം അമേരിക്കയെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നുണ്ട്. ഇത് 2ാം തവണയാണ് അരാംകോ ലക്ഷ്യമിട്ട് ഇറാൻ ഈ ഒരു ആക്രമണം നടത്തുന്നത്. ഇത് വലിയ രീതിയിൽ തന്നെ അമേരിക്കയ്ക്ക് ഒരു ഭീതിയിലാവുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഉൽപാദനത്തിന് തടസ്സമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എങ്കിലും ആക്രമണം ആഗോള എണ്ണ വിപണിയെ ആശങ്കയിലാഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് സമ്പദ് വ്യവസ്ഥയിലെ വലിയൊരു മാറ്റത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട്. ഇതിനു പുറമെ സൗദിയിലെ CIA താവളത്തിലും ഇറാൻ ഡ്രോണുകൾ പതിച്ചതായിട്ട് സ്ഥിരീകരണമുണ്ട്. ഇനി ഇറാൻ തൊടുത്തുവിട്ട 129 ഡ്രോണുകളിലും 3 മിസൈലുകളും ഈ 3 മിസൈലുകളിൽ പെട്ട് 3 പേർ മരിച്ചു എന്നും വിദേശികളടക്കം 78 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സുരക്ഷാ കാരണങ്ങളാൽ പ്രകൃതിവാതക ഉൽപാദനം ഖത്തർ പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. ഇറാൻ സൈന്യത്തിനായിട്ട് ചാരവൃത്തി ചെയ്തവരെ ഖത്തറിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 10 ഡ്രോണുകളുടെയും 2 ക്രൂസ് മിസൈലുകളുമാണ് ഖത്തർ ലക്ഷ്യമാക്കി എത്തിയത്. എന്തായാലും ഇന്ത്യൻ സമുദ്രത്തിലെ ഡീഗോ ഗാർസിയ സൈനിക താവളത്തിൽ നിന്ന് US ആക്രമണം ശക്തമാക്കിയത് ഇന്ത്യ ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യൻ സമുദ്രത്തിലെ കപ്പലുകളെ ഇറാൻ ലക്ഷ്യമിടുന്നത് വ്യാപാര മേഖലയെ വലിയ രീതിയിൽ ബാധിച്ചേക്കാം. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറിയുടെ ഭാഗമായി ഇറാൻ ഉൾപ്രദേശങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നത് അമേരിക്കയെ വലിയ രീതിയിൽ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. എന്തായാലും രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ പറഞ്ഞതുപോലെ അടിക്ക് തിരിച്ചടി എന്ന് പറയുന്നത് പോലെ വലിയ രീതിയിലുള്ള മിസൈൽ മഴ ഇറാൻ പെയ്യിക്കുന്നു. അപ്പുറത്തെ സൈഡ് അതുപോലെ തന്നെ ഇറാന്റെ കപ്പലിനെ നിർവീര്യമാക്കിക്കൊണ്ട് അമേരിക്കയുടെ ആക്രമണം നടക്കുന്നു. ഈ ആക്രമണം നടക്കുമ്പോഴെല്ലാം ഏറ്റവും കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്ന ഈ പാശ്ചാത്യ രാജ്യങ്ങളെ ഇപ്പോൾ പറയുന്നത് പോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആക്രമണം മൂലം ഇന്ത്യയിലെ ഒരു സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ വിപണി മേഖലകൾക്കും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. എന്തായാലും 6ാം ദിവസം കടന്നിരിക്കുകയാണ് യുദ്ധം കഴിഞ്ഞിട്ട്. ഇതിന്റെ ഒരു അവസാനം എങ്ങനെയായിരിക്കും അവസാനിക്കുക എന്നത് യാതൊരു തീരുമാനങ്ങളുമില്ല. മധ്യസ്ഥ ഒരു ചർച്ചയ്ക്കുള്ള തീരുമാനങ്ങളൊന്നും ഇതുവരെ തയ്യാറായിട്ടില്ല. വലിയ രീതിയിലുള്ള ആശങ്ക തന്നെയാണ് ഈ പാശ്ചാത്യ രാജ്യങ്ങൾ ഉൾപ്പെടെ നിൽക്കുന്നതും. ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ ആ ഒരു ആശങ്ക ആയിരിക്കുകയാണ്.